കുവൈറ്റിൽ പ്രാദേശികമായി നിർമ്മിച്ച മദ്യം കഴിച്ച് ആശുപത്രിയിലായവരിൽ 13 പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിരവധി പേർ ചികിത്സയിലുള്ളതായും ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. കുവൈത്തിൽ 13 പേരുടെ മരണത്തിനിടയാക്കിയ വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് 2 പ്രവാസികൾ അറസ്റ്റിലായി. ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഏഷ്യക്കാരായ പ്രവാസികളാണ് ഇവർ. ജലീബ് അൽ ഷുവൈഖ് ബ്ലോക്ക് 4 പ്രവർത്തിക്കുന്ന മദ്യനിർമ്മാണ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരാണ് ഇവർ. ഏത് രാജ്യക്കാരാണെന്ന് വിവരം വ്യക്തമല്ല. ഇതിനു പുറമെ ഈ നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മദ്യം വിതരണം ചെയ്തവരുടെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് മെത്തനോൾ കലർന്ന പാനീയങ്ങൾ കഴിച്ചതിന്റെ ഫലമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 63 പേർക്ക് വിഷബാധയേറ്റത്. 6 മലയാളികൾ ഉൾപ്പെടെ 13 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. 21 പേർക്ക് കാഴ്ച നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. ചികിത്സയിൽ കഴിയുന്നവർ പലരുടെയും നില ഗുരുതരമാണ്. കുറെ നാളുകളായി രാജ്യത്ത് നടന്നുവരുന്ന വ്യാപക സുരക്ഷാ പരിശോധനയിൽ നിരവധി മദ്യനിർമ്മാണ കേന്ദ്രങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം അടച്ചുപൂട്ടിയത്. കൂടാതെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ച വൻതോതിലുള്ള മയക്കുമരുന്ന് വിദേശ മദ്യശേഖരം കുവൈറ്റ് കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. ഇത്തരം നിയമവിരുദ്ധമായ സംഭവവികാസങ്ങൾ തുടരെ നടക്കുന്നതിനാൽ ആഭ്യന്തര മന്ത്രാലയവും മറ്റു വിഭാഗങ്ങളും ചേർന്ന് ശക്തമായ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മദ്യദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പർ സ്ഥാപിച്ചു. മരണമടഞ്ഞവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങൾക്ക് എംബസിയുമായി ബന്ധപ്പെടുന്നതിന് 65501587 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ സ്ഥാപിച്ചതായി ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സംഭവം എംബസിയുടെ ശ്രദ്ധയിൽപ്പെട്ടയുടനെ ഇന്ത്യൻ സ്ഥാനപതിയും മറ്റ് എംബസി ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട സർക്കാർ ആശുപത്രികൾ സന്ദർശിച്ച് ഇന്ത്യൻ രോഗികളുടെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കുകയും ഇന്ത്യൻ രോഗികളുടെ ശരിയായ ചികിത്സയ്ക്കായി ബന്ധപ്പെട്ട ആശുപത്രികളുടെയും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയവുമായും നിരന്തരമായി ബന്ധപ്പെട്ടു വരികയാണെന്നും എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.